ശ്രീനഗർ വന്ദേ ഭാരത് പോകാൻ വേണ്ടി എസ്കലേറ്ററിൽ പോവാണ്. अंजी खड पुल के पास पहुंचने वाले हैं। अंजी खड पुल इंजीनियरिंग की उत्कृष्टता का एक अद्भुत नमूना है। इसमें ഹലോ ഗൈസ്, അപ്പം ഞാൻ വന്ദേ ഭാരതിൽ ആദ്യമായിട്ടാണ് കയറിയത്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് കത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവാണ്. ഒരു 2:30 മണിക്കാണ് നമ്മൾ വന്ദേ ഭാരതിൽ കയറിയത്. അവിടെ എത്തുമ്പോൾ ഒരു 6:30 ആയി. ശരിക്കും പറഞ്ഞാൽ വിന്റർ ടൈമിലാണ് ഇവിടെ ട്രെയിനിൽ കയറേണ്ടത്. ലൈക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത് വിന്റർ ടൈമിൽ. പക്ഷെ സമ്മർ ടൈം ഫുൾ ഓഫ് മൗണ്ടൻസ് ആയിരുന്നു. ട്രെയിനിൽ കയറുമ്പം തൊട്ട് ഇറങ്ങുമ്പോൾ വരെ ഫുൾ മൗണ്ടൻസ് ആണ് വ്യൂ. പിന്നെ അങ്ങനെ ചെനാബ് റെയിൽ ബ്രിഡ്ജിന്റെ മുകളിലൊക്കെ ഞങ്ങൾ പോയതല്ല, വന്ദേ ഭാരത് അതിന്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ പേരുകളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള പോലെ തോന്നി എനിക്ക്. കാരണം ന്യൂസിലും ടിവിയിലും എല്ലാം എപ്പോഴും ലൈക്ക് ടെററിസ്റ്റ് അറ്റാക്ക്, പിന്നെ പല പല ഡിസാസ്റ്റേഴ്സ് ഒക്കെ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് എപ്പോഴും ന്യൂസിലൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പൊ അതാണ് ഞങ്ങൾ കേട്ടിട്ടുള്ള പോലെ എല്ലാ സ്ഥലങ്ങളും തോന്നിയത്. ഞങ്ങൾ കട്ര റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അവിടെ റൊട്ടിയും പിന്നെ കുറച്ച് റൈസ്, അതായത് ചാവൽ എന്ന് പറയുന്ന റൈസ്, പിന്നെ ഒരു വെജിറ്റബിൾ കറി, അതൊക്കെയാണ് അവിടെ കിട്ടുന്നത്. കട്രയിലെല്ലാം വെജിറ്റേറിയൻ ഹോട്ടൽസ് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ കട്ര വൈഷ്ണവദേവോ കട്ര ടെമ്പിൾ ഉള്ളതുകൊണ്ട് മോസ്റ്റ്ലി അവിടെ ഇറങ്ങുന്നത് എല്ലാവരും കട്ര ടെമ്പിളിലേക്ക് പോകാനായിട്ടായിരുന്നു. വൃത്തിയുള്ള ഹോട്ടൽസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. ആകെ 1-2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. അതിൽ പക്ഷേ വാഷ്റൂമും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ അടുത്ത ഹോട്ടലിൽ വാഷ്റൂം ഉള്ളതിൽ പോയപ്പോൾ അവിടെ ഞങ്ങളെ കയറ്റൂല എന്ന് പറഞ്ഞു. ലൈക്ക് അവര് നമ്മളെ സൗത്തിൽ നിന്ന്, കേരളത്തിൽ നിന്നായതുകൊണ്ട് വേറെ ഒരു രീതിയിലൊക്കെയാണ് കാണുന്നത്. നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ട്രെയിനിൽ കയറി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ ഫുഡൊക്കെ കൊണ്ടുവന്ന്. എനിക്ക് ട്രെയിനിലെ എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ട്. നല്ല ക്വാളിറ്റിയും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്തെങ്കിലും ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ തന്നെ അനൗൺസ് ചെയ്യും അതിനെപ്പറ്റി ഹിസ്റ്ററി, അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ചെനാബ് ബ്രിഡ്ജ് നമ്മൾ പുറത്ത് കാണുമ്പം അവർ പറയും ഇത്ര കിലോമീറ്ററിനുള്ളിൽ ചെനാബ് ബ്രിഡ്ജിലേക്ക് ഞങ്ങൾ പാസ് ചെയ്യും. അപ്പം ചെനാബ് ബ്രിഡ്ജ് ഇങ്ങനെയൊക്കെയാണ്, അതിന്റെ സ്പെഷ്യാലിറ്റി ഇങ്ങനെയൊക്കെയാണ് അത് എന്നൊക്കെ അത് അനൗൺസ് ചെയ്യും. വന്ദേ ഭാരതിൽ അനൗൺസ് ചെയ്യും. ആൾക്കാരൊക്കെ അപ്പൊ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ജനലിൽ കൂടി ഇങ്ങനെ നോക്കും. ഫുൾ ഓഫ് ഗ്ലാസ് ആണ്, എല്ലാം ഗ്ലാസ് ആണ്. എല്ലാരും കൂടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. സത്യം പറഞ്ഞ ഒരു ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കയറിയ ഒരു അവസ്ഥയാണ്. എല്ലാരും ലൈക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും ഇതുപോലെ യാത്ര ചെയ്യണത്. അവിടെ എപ്പോഴും പോയി വരുന്ന ആൾക്കാരൊന്നും ഇല്ല. കാരണം ലൈക്ക് ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലോട്ടല്ലേ നമ്മൾ പോണത്. എനിക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ കഴിക്കാൻ കിട്ടിയ ഒരു പേട ഉണ്ടായിരുന്നേ, അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലത്തെ ഒരു പേട ഇതുവരെ കഴിച്ചിട്ടില്ല. വായിൽ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പായിരുന്നു. ഞാൻ വീഡിയോസ് എല്ലാം പോർട്രേറ്റ് മോഡലാണ് എടുത്തത്. അപ്പോൾ ലാൻഡ്സ്കേപ്പിൽ ഇടാൻ തന്നെ എനിക്കൊരു ബോധം ഇല്ലായിരുന്നു. ലൈക്ക് ആ ഒരു ടൈമിൽ 3-4 ദിവസം ട്രെയിനിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കണോ വേണ്ടയോ എന്ന് വരെ ഞാൻ മറന്നുപോയി ശരിക്കും. പക്ഷെ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ കണ്ടാൽ വീഡിയോ എടുക്കാത്തവർ വരെ എടുത്തു പോകും. അത്രയ്ക്ക് കിടിലം ബ്യൂട്ടിഫുൾ ആണ് എല്ലാ സ്ഥലവും. ഈ വീഡിയോയിൽ അത് എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ശരിക്കും ഇതിൽ നോക്കുമ്പോൾ എനിക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നില്ല. റിയൽ ആയിട്ട് നേരിട്ട് കാണുമ്പോഴേ നമുക്ക് ആ ഒരു ബ്യൂട്ടി അറിയാൻ പറ്റൂ. അവിടെ മണ്ണിടിച്ചിലൊക്കെ വന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റി. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 4 മാസമാണ് റെയിനി സീസൺ. അപ്പം ആ ടൈമിൽ പോവാൻ പ്ലാൻ ചെയ്യുന്നവര് അതിനായിട്ട് തയ്യാറായിട്ട് വേണം പോവാൻ. അല്ലെങ്കിൽ ഒരുപാട് പണി കിട്ടും. കാരണം ലാൻഡ് സ്ലൈഡ്, പിന്നെ അവിടെ വെള്ളപ്പൊക്കമൊക്കെ വന്ന് അടച്ചിടും. അങ്ങനത്തെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ടൈമിൽ കാണും. മാർച്ച്, ഏപ്രിൽ ടൈമിലാണ് അവിടെ തുലിപ്സ് ഒക്കെ ഉണ്ടാവുന്നത്. ലൈക്ക് ഒരു സമ്മർ ടൈമിൽ. അല്ലാത്ത ടൈമെല്ലാം ലൈക്ക് സ്നോ കവേർഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ 4 മാസം മഴയും കാണും. അപ്പൊ ഐഡിയൽ സമയം എന്ന് പറഞ്ഞാൽ മാർച്ച്, ഏപ്രിലാണ്. 2 മാസമൊക്കെയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് പുൽത്തകിടി അതുപോലെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ജാനുവരി, ഫെബ്രുവരി, ഡിസംബർ ആ ഒരു ടൈമാണ് നമുക്ക് സ്നോ ഒക്കെ കാണാൻ പറ്റുന്ന. അപ്പൊ സ്നോ കവേർഡ് ആയിട്ട് നമുക്ക് കാശ്മീർ കാണാൻ ആ ഒരു ഡിസംബർ ടൈമിൽ പോകണം. അല്ലാതെ പുൽത്തകിടി ഇതുപോലെ ഗ്രീനറി കാണാനായിട്ട് മാർച്ച്, ഏപ്രിൽ ആ ഒരു ടൈമിൽ പോകണം. ആസാൻ ഇന്ത്യൻ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും കാശ്മീർ പോയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും അത് മിസ് ചെയ്യും. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പം പ്രായം ഒരുപാടായി, ഇനി പോകാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ ഒരുപാട് കാണും. പക്ഷെ അവർക്കും എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കാശ്മീർ. എന്റെ ഗ്രാൻഡ് മദറിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കാശ്മീർ കാണണമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ കാശ്മീർ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത്. ഒരാഗ്രഹം പറയുമ്പോൾ നമ്മൾ എന്തായിരുന്നാലും സാധിച്ചു കൊടുക്കണമല്ലോ. 70-75 വയസ്സുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരി ഒരുപാട് അസുഖങ്ങളും ഉണ്ട്. ഡയബറ്റീസ്, ആസ്മ. എന്നിട്ടും അതെല്ലാം മറികടന്ന് നമ്മളെ കൂടെ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയപ്പോൾ എല്ലാം ഒരു
സാധനത്തിൽ പോലും നോ പറഞ്ഞിട്ടില്ല പുള്ളിക്കാരി. എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ തന്നെ, നമ്മളെക്കാളും നമ്മൾ ചിലപ്പം തളർന്നു പോകുന്ന സ്ഥലത്ത് വരെ നമ്മളെ എഴുന്നേപ്പിച്ച് കൊണ്ടുപോയത് എന്റെ ഗ്രാൻഡ് മദർ ആയിരുന്നു. പ്രായമൊന്നും ഒന്നിന്റെയും ലിമിറ്റേഷൻ അല്ലാന്ന് ശരിക്കും എനിക്ക് ഗ്രാൻഡ് മദറിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാരും വീട്ടില് അമ്മയും അപ്പൂപ്പനും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം അവരുടെ അടുത്ത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് ഇഷ്ടമുണ്ടോ എന്നൊക്കെ. കാരണം നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. അവിടുത്തെ വീടുകളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മളൊരു യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോയ ഒരു ഫീലാണ് അവിടുത്തെ വീടുകളൊക്കെ കാണുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സ്വിറ്റ്സർലാൻഡ് ആണോ എന്ന് വരെ. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് അതിന്റെ ഒരു 10% തന്നെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പോലത്തെ വയലുണ്ട്, പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്, വയല് ഇതുപോലെ അല്ല. ഈ കേരളത്തിൽ കാണുമ്പോൾ നമ്മൾ വയല് വേറൊരു രീതിയാണ്, പക്ഷെ അത് എന്താണ് ഡിഫറൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടെ പോയാൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ കേരളത്തിലല്ല എന്ന് മനസ്സിലാവും. ബാക്കിൽ മൗണ്ടൻസ് ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇൻ കേസ് എനിക്ക് തോന്നുന്നു ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. ഇവിടെയൊന്നും അങ്ങനെ ഇല്ലല്ലോ. ശരിക്കും ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് കാശ്മീർ ഒന്നും വിട്ടു പോകാൻ തന്നെ തോന്നൂല. അവിടെ തന്നെ സെറ്റിൽ ആവാൻ തോന്നും. ഒരു ചെറിയ വീടൊക്കെ വെച്ച് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തോന്നും. പക്ഷെ ഒരു കാര്യം മാത്രമേ പേടിക്കാനുള്ളൂ, ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ എപ്പോഴും വരുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട് അതിനൊക്കെ. അങ്ങനെ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ കുറെ നേരം ഇരുന്ന് ഞങ്ങൾ ഹോട്ടലിലാണ് ടാക്സിയും കൂടി അവരെ ബുക്ക് ചെയ്തത്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ ഡോഗ്സിനെ കാണാൻ തന്നെ നല്ല രസമാണ്. ഫ്ലഫി 13-ാം തീയതിയാണ് ട്രെയിനിൽ കയറിയത്, പക്ഷേ ഇന്നാണ് 16-ാം തീയതി. അങ്ങനെ 3 ദിവസത്തെ ട്രെയിൻ ജേണിക്ക് ശേഷം ഞങ്ങൾ കുറച്ചു നേരമെങ്കിലും ഭൂമിയിൽ ഇരുന്നു എന്നെങ്കിലും പറയാം. ആ ടൈമിൽ എനിക്ക് അതായിരുന്നു ഒരു ഫീല്. കാരണം ഫുൾ ടൈം ട്രെയിനിൽ ആയിരുന്നല്ലോ 3 ദിവസമായിട്ട്. അവിടെ ഭയങ്കര കാറ്റായിരുന്നു, പൊടിയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന ഭയങ്കര കാറ്റായിരുന്നു. നല്ല മഴക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ പട്ടാളക്കാരൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇനി ഹെവി റെയിനൊക്കെ വരാൻ പോവാണ്, വിജിലന്റ് ആയിട്ടിരിക്കണം, റോഡൊക്കെ ക്ലോസ് ചെയ്യും. അപ്പൊ തന്നെ ഞങ്ങൾ പേടിച്ചു പോയി. എന്നിട്ടും കുറെ നേരം കഴിഞ്ഞിട്ടാണ് ടാക്സി ഡ്രൈവറൊക്കെ വന്നത്. പക്ഷെ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ കാറിൽ കയറി. അപ്പം ചെറിയ മഴയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്ത്, അതായത് ഡാൽ ലേക്കിന്റെ അടുത്തായിരുന്നു ഹോട്ടൽ ബുക്ക് ചെയ്തത്. അപ്പൊ അവിടോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. ഡ്രൈവർ കാശ്മീരിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അധികം ഒന്നും മനസ്സിലായില്ല. ഹിന്ദി പുള്ളിക്കാരന് കുറച്ചൊക്കെ അറിയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇനി ബാക്കി വീഡിയോ അടുത്ത പാട്ടിലിടാവേ. എന്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യേ.